ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ക്രിസ്മസ് സ്പെഷ്യലായി നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലം കേക്ക് ആണല്ലോ ഉണ്ടാക്കിയത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്കിന്ന് വളരെ ഈസിയായി മറ്റൊരു കേക്ക് ഉണ്ടാക്കാം, ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. ഇനി അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 1 കപ്പ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് 1 കപ്പ്, ഡേറ്റ്സ് ചെറുതായി അരിഞ്ഞെടുത്തത് 1/2 കപ്പ്, മുട്ട 2 എണ്ണം, പൗഡേർഡ് ഷുഗർ 3/4 കപ്പ്, വാനില എസൻസ് 1/2 ടീസ്പൂൺ, ഓയിൽ 3/4 കപ്പ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പഞ്ചസാര 1/2 കപ്പ്, അത് കാരമലൈസ് ചെയ്യാനാണ്. അതിനാവശ്യമായി 1/4 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ സ്പൈസസ് പൊടിച്ചതാണ്, അതിൻ്റെ പൗഡറാണിത്. അത് പട്ട, ഗ്രാമ്പ്, 1 കഷ്ണം ജാതിക്ക, ഇത് 3ഉം കൂടെ പൊടിച്ചിട്ട് 1/2 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അല്പം കാഷ്യൂ നട്ട്സ്. ആദ്യം നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ നമ്മൾ ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. കുറച്ച് സമയം പിടിക്കും ഇത് മെൽറ്റ് ആവാനായിട്ട്. അപ്പോൾ നമ്മൾ ഇട്ട ഉടനെ നമ്മൾ സ്പാറ്റില കൊണ്ടൊന്നും ഇളക്കുകയൊന്നും ചെയ്യരുത്. അത് മെൽറ്റായി അരിയിൽ നിന്നും മെൽറ്റായി ഇങ്ങനെ വരുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡായി വരും. അതിനുശേഷമേ നമ്മളത് ഇളക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഷുഗർ മെൽറ്റായി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഡാർക്ക് ബ്രൗൺ കളർ ആകണം, അപ്പോഴാണ് ഇത് ശരിയാവുക. അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഡാർക്കായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ചൂടായിരിക്കുന്നതിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായി ഒരു സ്ട്രെയിനറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇടാം. ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇടാം. ഇതിൽ 1/2 ടീസ്പൂൺ സ്പൈസസ് പൗഡറും അല്പം ഉപ്പും ഇടാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചു കഴിഞ്ഞു. ഇത് 2-3 പ്രാവശ്യം അരിച്ചാൽ അത്രയും നല്ലതാണ്. ഞാൻ ഇനി അത് 2 പ്രാവശ്യം കൂടെ അരിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യം കൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് മുട്ട 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൗഡേർഡ് ഷുഗർ ഇടാം. ഇപ്പോൾ എഗ്ഗും പൗഡേർഡ് ഷുഗറും നമ്മൾ നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം.
ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് നല്ല തിക്കായി വന്നിട്ടുണ്ട്, നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ മിക്സ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി വീണ്ടും അല്പം ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സും അല്പം കാഷ്യൂനട്ടും ഇട്ട് അതിലേക്ക് അല്പം മൈദ കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മിക്സിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിൻ ഗ്രീസ് ചെയ്തെടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പാച്ച്മെന്റ് പേപ്പർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കാഷ്യൂനട്ട് വെച്ച് കൊടുക്കാം. ചിലപ്പോൾ ഇത് ബേക്കായി വരുമ്പോൾ താന്നു പോകും. ഇപ്പോൾ ഞാനൊരു പാനിൽ ഉപ്പിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലൊരു റിങ് ഇറക്കി വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പ്രീഹീറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് ടിൻ ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം മൂടി വയ്ക്കാം. ഇനി ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കൊരു സ്ക്വയർ ഇട്ട് നോക്കാം. കണ്ടോ, നമ്മുടെ കേക്ക് നന്നായി ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായി വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഇനി നമുക്കിത് തിരിച്ചു വയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇത്. കണ്ടോ, വളരെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെഡിയായി. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ക്രിസ്മസിന് ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.